ചെങ്കടലിൽ വീണ്ടും കപ്പൽ തകർത്തുന്നു ഹൂതികൾ. 4 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ തീരത്ത് പനാമ കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നു. എന്താണ് സാഹചര്യം? ഇത് സംബന്ധിച്ച് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളുമായി ഏത് രീതിയിൽ നമുക്ക് ബന്ധപ്പെടുത്താം? പശ്ചിമേഷ്യ അശാന്തമായി തുടരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്രമണം വീണ്ടും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൂതികളുടെ ആക്രമണം സൗദി കപ്പലിന് നേരെ ഉണ്ടായത്. അവിടെ 4 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഹൂതികൾ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. കപ്പലാക്രമണം കഴിഞ്ഞ ദിവസം നടന്നത് ബാബൽ മൻഡോബ് എന്ന തുറമുഖ ഭാഗത്താണ്. അവിടെ ഒരു കടലിടുക്കാണ്. ആ ഭാഗത്താണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. 4 പേർ കൊല്ലപ്പെടുമ്പോൾ ഇനി സൗദിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കം എന്നത് വളരെ ശ്രദ്ധാപൂർവം കാണേണ്ടതുണ്ട്. കാരണം ഇതുവരെ സൗദി ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. മാത്രമല്ല, മക്ക കരാറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തതാണ്. തുർക്കിയും പാകിസ്ഥാനും സൗദിയും ചേർന്നുള്ള ഒരു പുതിയ സൈനിക കരാറാണ്. ആരെങ്കിലും ഈ സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിച്ചാൽ, ഈ 3 രാജ്യങ്ങളിൽ ഏതിനെങ്കിലും ഒന്നിനെ ആക്രമിച്ചാൽ മറ്റ് രാജ്യങ്ങൾ കൂടി ചേർന്ന് ഈ ആക്രമിച്ച രാജ്യത്തെ തിരിച്ചടിക്കുമെന്ന ഒരു കരാറാണ് ഉണ്ടാക്കിയത്. തുർക്കി വളരെ സാങ്കേതികമായി മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് സ്വന്തമായി ഡ്രോൺ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് അത്യാധുനിക മിസൈലുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിൽ തുർക്കിക്കുള്ള മികവ്. പാകിസ്ഥാനാകട്ടെ മികച്ച സൈനിക സംവിധാനമുണ്ട്. ഏതാണ്ട് ലോകത്തെ തന്നെ 6ാമത്തെ സൈനിക ശേഷിയുള്ള രാജ്യം എന്ന തരത്തിലുള്ള ഒരു വിശേഷണം ഒക്കെ നേരത്തെ നേടിയിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ അവർക്ക് യുദ്ധം ചെയ്തുള്ള ആ ഒരു പരിചയമുണ്ട്. സൗദി ആകട്ടെ സാമ്പത്തികമായി വളരെ ഉയർന്ന രാജ്യമാണ്. അവർക്ക് ആണവ ആയുധമില്ല, പക്ഷേ പാകിസ്ഥാൻ ആണവശക്തിയാണ്. അങ്ങനെ ഈ 3 രാജ്യങ്ങളും പ്രത്യേകതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സഖ്യം വലിയ ശക്തിയുള്ള ഒരു കൂട്ടായ്മയായി മാറുമെന്നാണ് പലരും വിലയിരുത്തിയത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസവും ഹൂതികളുടെ ആക്രമണത്തിൽ ഏതാണ്ട് 15ഓളം ആളുകൾ സൗദിയിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആരാംകോയുടെ പ്ലാന്റിന് നേരെയൊക്കെയാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ ഈ 2 രാജ്യങ്ങളും തുർക്കിയും പാകിസ്ഥാനും അതിനുശേഷം എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ നിശബ്ദത പാലിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം അറിഞ്ഞ മട്ടേ കാണിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂതികൾ വീണ്ടും ഈ തരത്തിൽ സൗദിയുടെ കപ്പൽ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി യമനിലേക്ക് ഇതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പ്രത്യാക്രമണത്തിന് സൗദിയോ അല്ലെങ്കിൽ സഖ്യരാജ്യങ്ങളോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കരാറിന് കടലാസിൻ്റെ വില പോലും ഇല്ലാതെ പോയി എന്ന വിമർശനം കേൾക്കേണ്ടി വരുന്നത്. മറ്റൊന്ന് അമേരിക്കയുടെ ആക്രമണമാണ്. അമേരിക്ക പാകിസ്ഥാൻ തീരത്തിനടുത്താണ് പനാമയുടെ കപ്പൽ ആക്രമിച്ചത്. അതിന് US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിശദീകരണം, അമേരിക്കയുടെ ഉപരോധം മറികടന്ന് ഇറാൻ തീരത്തേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. അതുകൊണ്ടാണ് ആ കപ്പലിനെ ആക്രമിച്ചത്. അതിന് ആൾനാശമില്ല, പക്ഷേ സാങ്കേതിക തകരാർ വരുത്തുകയായിരുന്നു. അമേരിക്കൻ ഈ സെൻട്രൽ കമാൻഡിൻ്റെ ഹെലികോപ്റ്റർ അവിടെ പറന്നെത്തി അതിലേക്ക് ബോംബ് വർഷിക്കുകയായിരുന്നു. അത് ചെറിയ ബോംബുകളാണ്. അതായത് കപ്പലിന് സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിൽ അതിൻ്റെ യാത്ര തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അങ്ങനെ ഒരു വശത്ത് ഹൂതികളും മറുവശത്ത് അമേരിക്കയുടെയും ആക്രമണം നടക്കുകയാണ്. പശ്ചിമേഷ്യ ഒരു പരിഹാരവും ഉണ്ടാകാതെ ഈ അശാന്തി പടരുന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. സജിത്ത്, ഹൂതികളുടെ ആക്രമണമാണ് ഉണ്ടാവുന്നത്. പനാമ കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.